നൈജീരിയയിലെ കഫഞ്ചർ രൂപതയിലെ ഹോളി ട്രിനിറ്റി കത്തോലിക്ക ദേവാലയത്തിൽ അതിക്രമിച്ചു കടന്ന് വൈദികനടക്കം 10 പേരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി. ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ നഥാനിയേൽ അസുവായെ അടക്കം ദേവാലയത്തിലുണ്ടായിരുന്ന വിശ്വാസികളെയാണ് അക്രമികൾ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. ഫെബ്രുവരി 7 നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. വർഷങ്ങളായി നൈജീരിയ ഇസ്ലാമിക മത തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിടിയിൽ ഞെരുങ്ങുകയാണെന്നും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ 2009 മുതൽ രാജ്യത്ത് നടക്കുന്ന ബോക്കോ ഹറാം കലാപവും ഒരു പ്രധാന വെല്ലുവിളിയാണെന്ന് നൈജീരിയൻ എപ്പിസ്കോപ്പൽ സഭാ ചാൻസലർ ഫാദർ ജേക്കബ് ഷാനറ്റ് പറഞ്ഞു. ആക്രമണങ്ങൾ, മോചനദ്രവ്യത്തിനായുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ, കൊലപാതകങ്ങൾ എന്നിവയുടെ ഭീതിജനകമായ ആക്രമണത്തിന്റെ നാളുകളുമായുള്ള പോരാട്ടത്തിലാണ് നൈജീരിയൻ ക്രൈസ്തവ ജനതയെന്നും ഫാദർ ഷാനറ്റ് വ്യക്തമാക്കി. വൈദികന്റെയും തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെയും വേഗത്തിലുള്ള വീണ്ടെടുപ്പിനും കൂടാതെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മശാന്തിക്കുമായി വിശ്വാസി സമൂഹത്തോട് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഫഞ്ചർ രൂപത. ജനുവരി 5 നൈജീരിയയിലെ കൊണ്ടഗോറ കത്തോലിക്ക രൂപതയുടെ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിൽ നടന്ന സംഘടിത ആക്രമണങ്ങളിൽ 42ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ചെയ്തു. ഫെബ്രുവരി 1 ഞായറാഴ്ച പുലർച്ചെ നൈജീരിയയിലെ കൊണ്ടഗോറ കത്തോലിക്ക രൂപതയിലെ സമൂഹങ്ങൾക്കെതിരായ സംഘടിത ആക്രമണങ്ങളിൽ ആക്രമികൾ ഒരാളെ കൊല്ലുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.